ഹായ് എവ്രിബഡി, വെൽക്കം ബാക്ക് ടു KL ഫൗണ്ടൻ പെൻ ലാബ്സ്. ഇത് മലയാളത്തിൻ്റെ ആദ്യത്തെ ഫൗണ്ടൻ പെൻ റിവ്യൂ ചാനലാണ്. വേറെ ഇതുപോലെ അൺബോക്സിങ് ചാനലൊക്കെ ഉണ്ടായിരിക്കും ഫൗണ്ടൻ പെന്നിൻ്റെ. അതിൽ പ്രധാനമായിട്ടും അവർ ഫൗണ്ടൻ പെൻ ആയിരിക്കില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ സ്റ്റേഷനറി കടയുടെ എന്തെങ്കിലും യൂട്യൂബ് വ്ളോഗ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രധാനമായിട്ടും അതിൻ്റെ സാധനങ്ങൾ കാണിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ഫൗണ്ടൻ പെന്നും കൂടെ ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്നതും കൂടെ കാണിക്കും. അങ്ങനെയുള്ളതല്ലാതെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഫൗണ്ടൻ പെന്നിന് മാത്രമായിട്ടുള്ള ഒരു ചാനലാണിത്. കേരളത്തിൽ അങ്ങനെ ഒരു മലയാളത്തിൽ ഞാൻ അങ്ങനെ ഒരു ചാനൽ കണ്ടിട്ടില്ല. അങ്ങനെ ഞാനൊരു തുടക്കം കുറിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചാനൽ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ ഇത്രയും നമ്മുടെ ഇതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ആദ്യത്തെ ഇതാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം, ആരെങ്കിലും വേറെ കോമ്പറ്റീഷൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. കോമ്പറ്റീഷൻ വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ ഇതിൻ്റെ സാധ്യതകളും. അപ്പം ഞാൻ കൂടുതൽ കണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ഹിന്ദി വീഡിയോസുണ്ട്, തമിഴ് വീഡിയോസ് വരെ ഉണ്ട്, ഇംഗ്ലീഷിൽ അതിനേക്കാളും കൂടുതലുണ്ട്. പക്ഷേ മലയാളത്തിൽ ഫൗണ്ടൻ പെന്നിനെക്കുറിച്ച് പറയുന്ന ചാനൽസ് കുറവെന്ന് വെച്ചാൽ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇതുപോലുള്ള കേസസ് ചെറിയ ചെറിയ കടകളുടെ യൂട്യൂബ് ചാനൽസ് അല്ലെങ്കിൽ അൺബോക്സിങ് യൂട്യൂബ് ചാനൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ല. ഞാൻ പല ഏജ് റേഞ്ചിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള ഫൗണ്ടൻ പെൻസിനെ പരിചയപ്പെടുത്തുന്ന ഒരു വ്ളോഗാണിത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വുഡെക്സ് എന്ന് പറയുന്ന ഒരു പെൻ കമ്പനിയുടെ മോഡൽ നമ്പർ 42 എന്ന് പറയുന്ന പെന്നാണ്. ഇതിൻ്റെ വില നമുക്ക് 1000 റുപ്പീസിന് താഴെ ഉള്ളൂ. പ്ലസ് നമ്മുടെ പോസ്റ്റൽ ചാർജസും അല്ലാണ്ട് കൊറിയർ ചാർജസൊക്കെ വരും. അതെല്ലാം കൂടെ ചേർത്ത് നമ്മളെ 1000 റുപ്പീക്ക് അകത്തേ വരത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച ഷോപ്പിൻ്റെ പേര് ഹലോ ഓഗസ്റ്റ് എന്ന് പറയുന്ന ഷോപ്പാണ്. ഇത് പട്ടത്താണ്, പട്ടം, തിരുവനന്തപുരം. അപ്പം ഈ ഷോപ്പിനെ ഞാൻ ഇത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പലയിടത്തും പെൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മൊത്തം ഞാൻ പഞ്ചാബിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ഷോപ്പാണ്, പക്ഷേ അവർക്ക് ഓൺലൈൻ സ്റ്റോറും ഉണ്ട്. ഒന്നും ഒരു സ്റ്റേഷനറി ഷോപ്പാണ്. അവർക്ക് എല്ലാ പെൻസൊന്നും അവൈലബിൾ അല്ല, ഷോപ്പിൽ അവൈലബിൾ അല്ല. പക്ഷേ കുറച്ച് എബണോയിറ്റ് പെൻസൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് അവരുടെ സൈറ്റിൽ അവൈലബിളാണ്. നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടും. പക്ഷേ നല്ലൊരു കസ്റ്റമർ കെയർ ഉണ്ട്, ഒരു സപ്പോർട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്ന്. അയക്കുന്നതിന് മുമ്പ് പറയും, ട്രാക്ക് ചെയ്യേണ്ട എല്ലാവരെയും ഇട്ട് തരും. ഞാൻ പലയിടത്തൊന്നും ഇങ്ങനെ ഓർഡർ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ലാഗാണ്. അവരുടേതായിട്ടുള്ള തോന്നുന്ന സമയത്തൊക്കെ അയക്കത്തുള്ളൂ. ട്രാക്കിംഗ് ഐഡിയ ഒന്നും തരത്തൊന്നുമില്ല. അതൊക്കെ പിന്നീട് നമ്മൾ ചോദിച്ച് വാങ്ങണം. പക്ഷേ ഇവരങ്ങനെയൊന്നുമല്ല. നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് പക്ക നമ്മുടെ കയ്യിൽ സാധനം എത്തിച്ചേർന്നു എന്ന് ഉറപ്പാക്കുന്നവരെ നമ്മൾ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതിന് വരെ അവർ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് നല്ലൊരു ഫീഡ്ബാക്ക് മെക്കാനിസമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പം ഈ പേനയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫുൾ എബണൈറ്റ് ബോഡിയാണ് ഉണ്ടല്ലോ, നല്ല പോളിഷ് ചെയ്ത എബണൈറ്റാണ്. എബണൈറ്റ് മെറ്റീരിയലിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഞാൻ പറയാണ്, അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. എബണൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് അല്ല, ഹാർഡൻ ചെയ്ത റബ്ബറാണ്. അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്യൂബ്സ് പോലെ, ഇങ്ങനെ നീളത്തിലുള്ള ട്യൂബ്സ് പോലെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഈ ലെയ്ത്തിൽ കൈകൊണ്ട് പേന ഉണ്ടാക്കുന്ന ആൾക്കാർ വാങ്ങിയിട്ട് അവർ ലെയ്ത്തിൽ വെച്ചിട്ട് അതിനെ ഹോളൊക്കെ ഇട്ട് ഈ രൂപത്തിലാക്കി എടുക്കുന്നതാണ്. പിന്നെ നിബ്ബ്, ചില ആൾക്കാർ നിബ്ബ് തനിയെ അവരുടെ ഇതിൽ തന്നെ ഉണ്ടാക്കും. ചില ആൾക്കാർ ഫേമസ് ആയിട്ടുള്ള നിബ്ബ് മാനുഫാക്ചറേഴ്സിൻ്റെ നിന്ന് വാങ്ങും. പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ക്യാൻറൈറ്റ്, അംബീഷ്യസ് അതുപോലുള്ള ബ്രാൻഡ് നിബ്ബുണ്ട്. നല്ല നിബ്ബാണ്, നല്ല ക്വാളിറ്റിയുള്ള നിബ്ബാണ്. അത് വാങ്ങിച്ച് വെച്ച് ബാക്കി വേറെല്ലാം ലെയ്ത്തിൽ ചെയ്ത് എടുക്കുന്നതാണ്.
ഇതിൻ്റെ ഫീഡ് വരെ എബണൈറ്റാണ്, എബണൈറ്റ് ഫീഡ്. നിബും ഫീഡറും ഒരു പ്രത്യേകം വാങ്ങിച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന നിബ് എന്ന് പറയുന്നത് അംബീഷ്യസ് ആണ്. അംബീഷ്യസ് എന്ന് പറഞ്ഞാൽ ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. നല്ല ക്വാളിറ്റി നിബാണ്. അതുപോലെ തന്നെ കാൻറൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിബുണ്ട്. കാൻറൈറ്റ് എന്ന് പറഞ്ഞാൽ കാൺപൂർ റൈറ്റർ, അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് അവർ കാൻറൈറ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് 2 വേരിയൻറ്റ്സ് വരുന്നുണ്ട്. കാൻറൈറ്റ് നിബും വരുന്നുണ്ട്, അംബീഷ്യസ് നിബും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയത് അംബീഷ്യസ് നിബാണ്. അപ്പോൾ ഇതൊരു ഐ ഡ്രോപ്പറാണ്. ഐ ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇത് ഊരിയിട്ട് ഡയറക്റ്റായിട്ട് മഷി അതിലോട്ട് ഒഴിക്കണം. ഒരു സിറിഞ്ച് വെച്ചോ അല്ലെങ്കിൽ ഒരു ഫില്ലർ വെച്ചോ അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. എനിക്ക് തോന്നുന്നു ഇതൊരു 3 ml 2 ml ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നേരത്തെ മഷി നിറച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് എഴുതി നോക്കാം. അടിപൊളിയായിട്ട് എഴുതുന്നത്. ഇത് ഫൈൻ നിബാണ്. ഫൈൻ നിബ് എന്ന് പറയുമ്പോൾ നമുക്ക് കട്ടി കുറവായിരിക്കും. മീഡിയം ആകുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാണ്. അപ്പം നമുക്ക് ഡെയിലി നോട്ട് ടേക്കിങ്ങിനും ഒരു പോക്കറ്റ് പെന്നായിട്ടൊക്കെ ഉപയോഗിക്കാൻ ഫൈൻ നിബാണ് നല്ലത്. മറ്റേത് കുറച്ചുകൂടെ കട്ടിയായിരിക്കും, മഷി പെട്ടെന്ന് തീർന്നു പോകും. കാരണം അതിൻ്റെ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതായിരിക്കും. അപ്പം ലൈൻസൊക്കെ തിക്കായിട്ട് വരുമ്പോൾ പെട്ടെന്ന് മഷി തീരും. വളരെ പെട്ടെന്ന് തീരത്തൊന്നുമില്ല, എങ്കിലും അതിൻ്റെ ഒരു ഫ്ലോ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് മീഡിയമായിട്ട് വ്യത്യാസം. നേരത്തുള്ള വീഡിയോ നോക്കിയാൽ മതി, നമുക്ക് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഈ പെന്നിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഇച്ചിരി സ്റ്റിഫാണ്. പോക്കറ്റിലൊക്കെ അടിപൊളിയായിട്ടിരിക്കും. ഇച്ചിരി ഹാർഡാണ്. നല്ലൊരു ഡിസൈനാണ്. ഇതിന് പല കളറിലുണ്ട്. ഗ്രീൻ കളറിലുണ്ട്, റെഡ് കളറിലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഗ്രീൻ കളറിലുള്ള ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ബ്രൗൺ. എനിക്ക് പേഴ്സണലി ഒരു ബ്രൗൺ ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇങ്ങനെ ഒരു കളർ ഞാൻ ഓപ്റ്റ് ചെയ്തത്. ഇതൊരു വുഡൻ കളർ പോലെ തോന്നും, പക്ഷേ ഇത് വുഡല്ല. നമുക്ക് ഒറ്റയടിക്ക് കണ്ട ഒരു വുഡ് പെൻ പോലെയൊക്കെ ഇരിക്കുന്നെങ്കിൽ ഇത് വുഡല്ല, ഇത് എബണൈറ്റിലാണ്. എല്ലാം എബണൈറ്റാണ്. ഇത് പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇച്ചിരി ചെറിയ പേനയാണ്. നമ്മുടെ കൈയായിട്ടുള്ള കമ്പയർ ചെയ്ത് നോക്കുമ്പം സാധനം ഇത്രയേ ഉള്ളൂ. കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. പോക്കറ്റിലൊക്കെ പെട്ടെന്ന് വയ്ക്കും. മറ്റ് വലിയ പേന പോലെയൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. അതുപോലെ തന്നെ ഐ ഡ്രോപ്പർ ആയതുകൊണ്ട് വേറെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. വേറെ മറ്റേ പിസ്റ്റൺ ഫിൽറ്ററൊക്കെ ആണെങ്കിൽ മൊത്തം ഇളക്കി ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ തിരുക്കി മഷി കയറ്റി ഇറക്കുകയും ഊരുകയൊക്കെ ചെയ്തിട്ട് ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഇതിന് അങ്ങനത്തെ സീനൊന്നുമില്ല. ജസ്റ്റ് ഊരുക, നിബ് മാറ്റുക. ഇളം ചൂടുവെള്ളത്തിൽ കഴുകാവുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് നിബിന് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഈ മഷിയൊക്കെ പുരണ്ടിരുന്നാൽ കൂടുതൽ നേരം എഴുതാതെയൊക്കെ വെച്ചിരുന്നാലൊക്കെ ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മന്ത്ലി വൺസൊക്കെ കഴുകുന്നത് നന്നായിരിക്കും. ഞാൻ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മന്ത്ലി. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പേന യൂസ് ചെയ്തില്ലെങ്കിൽ മഷി നിറയ്ക്കാതെ വെച്ചേക്കും. പേന യൂസ് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി വൺസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് എല്ലാം ഡിസ്മാൻറ്റിൽ ചെയ്ത് വെള്ളത്തിനകത്തിട്ടിട്ട്, ഇളം ചൂടുവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ്, വെള്ളത്തിനകത്തിട്ട് കഴുകി എടുത്ത് ഡ്രൈ ചെയ്ത് വീണ്ടും റീഫിറ്റ് ചെയ്തിട്ട് മഷി നിറയ്ക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വുഡെക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞാൻ വാങ്ങിച്ചത് ഹലോ ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു പട്ടത്തെ ഷോപ്പിൽ നിന്നാണ്. നല്ലൊരു ഷോപ്പാണ്. ഓൺലൈനിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. പെട്ടെന്ന് തന്നെ അവർ നല്ലൊരു സപ്പോർട്ടാണ്. അവരെ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളെ സാധനം കിട്ടുന്നത് വരെ, അത് ഉറപ്പാക്കുന്നവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസാണ്, യൂസർ എക്സ്പീരിയൻസാണ്. പിന്നെ പറയാനുള്ളത് എന്തോ, പിന്നെ എൻ്റെ റൈറ്റിംഗ് ക്വാളിറ്റി വലിയ സ്കിപ്പിംഗ് ഒന്നുമില്ല. നല്ല നിബാണ്. സാധാരണ ഈ മെഷീൻ മെയ്ഡ് പെന്നൊക്കെ വാങ്ങുമ്പോൾ ഉള്ള ഒരു ഡിഫിക്കൽട്ടി ഇല്ല. ഇത് ഫുൾ ഹാൻഡ് മെയ്ഡാണ്. ഹാൻഡ് മെയ്ഡ് പെൻ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു വലിയ സ്റ്റാർട്ടിങ് ട്രബിളൊന്നും ഇല്ലായിരുന്നു. ഞാൻ മഷി നിറച്ച് എഴുതി തുടങ്ങിയത് തന്നെ നന്നായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. ചില
മെഷീൻ മെയ്ഡായിട്ടുള്ള പെന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ആയിരിക്കും. നമ്മൾ തന്നെ നിബ്ബൊക്കെ ഒന്ന് എഴുതിയൊക്കെ വരുമ്പോഴേ ശരിയായി വരത്തുള്ളൂ. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇപ്പം ഒരു 1000 റുപ്പീസിനകത്തൊക്കെ ഒരു നല്ലൊരു പെന്ന് യൂസ് ചെയ്യാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സിനൊക്കെ, ബിഗിനേഴ്സിനൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു വെറൈറ്റിയാണിത്. ഇത് വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല ഫൈൻ ക്വാളിറ്റിയാണ്, അടിപൊളി സാധനമാണ്. പെട്ടെന്ന് എന്താ പറയുക, മറ്റ് പ്ലാസ്റ്റിക് പെന്ന് പോലെ പെട്ടെന്ന് ഡാമേജ് ആകത്തൊന്നുമില്ല. ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യും. നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. വാങ്ങുമ്പോൾ ഞാൻ ഹലോ ഓഗസ്റ്റ് ഷോപ്പ് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നല്ലൊരു ഷോപ്പാണ്. അല്ലാതെ ഇത് ഹൈദരാബാദിൽ നിന്ന് വുഡെക്സ് കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അവർ ഹാൻഡ് മെയ്ഡ് പെൻസ് ആയതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ ലോക്കലി സെയിലോ അല്ലെങ്കിൽ ബൾക്കായിട്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. എനിക്കറിയത്തില്ല അവർക്ക് ഓൺലൈൻ സ്റ്റോഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനെന്തായാലും ഇവിടെ തിരുവനന്തപുരത്തുള്ള ഷോപ്പിൽ നിന്ന് ഓൺലൈനായിട്ട് തന്നെ വാങ്ങിച്ചത്. തിരുവനന്തപുരത്താണെങ്കിലും കടയിൽ പോയാൽ കിട്ടത്തില്ല, ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവർ ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സാധനമാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു പെന്നുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.